പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആരാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ? ഇൽമിന്റെ ബഹറായി വന്ന് ലോകമിലാകെ പൊൻപ്രഭയായി റബ്ബിന്റെ തൃപ്തിയിലായി ഈമാനും അവർ സുന്ദരമാക്കി ലോകമിലാകെ സ്മരണയിലായി ലംഘിടും നൂറാ. പ്രിയമുള്ളവരെ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഹിജ്റ 145 റബീഉൽ അവ്വൽ 11 വ്യാഴാഴ്ച മക്കയിലായിരുന്നു മഹദിയുടെ ജനനം. പണ്ഡിതയും പ്രബോധകയുമായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. ഇസ്ലാമിക ആധ്യാത്മിക വനിതാജ്ഞാനികളിൽ പ്രമുഖയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. പണ്ഡിതനായിരുന്ന പിതാവിൽ നിന്നും പരിപൂർണമായും പരിശുദ്ധമായ ഖുർആനും ആയിരക്കണക്കിന് ഹദീസുകളും കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും ആധ്യാത്മികതയും ഒക്കെ കരസ്ഥമാക്കിയിരുന്നു മഹദി അവറുകള്. പരിപൂർണമായും അചഞ്ചലമായ ഹൃദയാന്തരങ്ങളിൽ അടിയുറച്ച ഈമാനിക പ്രഭയായ ദിക്റുകളിലൂടെ, തസ്ബീഹുകളിലൂടെ, അല്ലാഹുവിന്റെ സ്മരണ ഇബാദത്തുകളിലൂടെ നിലനിർത്തിയിരുന്നു. ഈമാന്റെ മാധുര്യം ആസ്വദിച്ചിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. ശാഫിഈ ഇമാം അടക്കമുള്ള കർമ്മശാസ്ത്ര പണ്ഡിതരിൽ മിന്നുന്ന പ്രഗൽഭരായ പല പണ്ഡിതന്മാരും മഹദി അവർക്ക് ശിഷ്യന്മാരായി കടന്നു വന്നിരുന്നു. മഹാനായ ശാഫിഈ ഇമാമിന് രോഗം വന്നപ്പോ ദുആ വസിയത്തുമായി ഒരാളെ മഹദിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചിരുന്നു. മഹദി അവറുകള് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ശാഫിഈ ഇമാമിന് വേണ്ടി ദുആ ചെയ്തപ്പോ ആ ദുആയില് ശാഫിഈ ഇമാമിന്റെ വഫാത്തിന്റെ സൂചന അറിഞ്ഞതോടെ ശാഫിഈ ഇമാം വസിയത്തായി മഹദിയുടെ അടുക്കൽ പറഞ്ഞിരുന്നു, അറിയിച്ചിരുന്നു, എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനുള്ള അനുവാദം അവിടെ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ദുനിയാവിന്റെ ആഡംബരങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കുകയാണ്. സ്വന്തമായി ഖബർ കുഴിക്കുകയാണ്. ആ ഖബറിൽ ഇറങ്ങിയിരുന്നു പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഏകദേശം 90ഓളം ഖത്മുൽ ഖുർആൻ ആ ഖബറിൽ ഇരുന്ന് ഓതി പൂർത്തിയാക്കി. നമസ്കാരങ്ങള്, ഇബാദത്തുകള്, ദിക്റുകള്, ദുആകള് എല്ലാം ആ ഖബറിൽ ഇരുന്ന് നടത്തുകയാണ്. നമ്മൾ വീടുകളിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന പോലെയല്ല, നമ്മുടെ നമസ്കാര റൂമുകളിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന പോലെയല്ല. പരിശുദ്ധമായ ഖുർആൻ ഖബറിൽ ഇരുന്ന് ഓതുകയാണ്. നമ്മൾ ഖുർആൻ ഓതുന്ന പോലെയല്ല, പള്ളികളിൽ നിസ്കാര റൂമുകളിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന പോലെയല്ല മഹദി ഓതുന്നത്. പരിശുദ്ധമായ ഖുർആന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഹൃദയാന്തരങ്ങളിൽ ഈമാന്റെ മാധുര്യം ആസ്വദിച്ച് അല്ലാഹുവിന്റെ സ്മരണയിലായി പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അവസാനം പരിശുദ്ധമായ ഖുർആൻ ഓതി ഇന്നലദൈനാ അൻകാലം വജഹീമാ. പരിശുദ്ധമായ ഖുർആനിലെ ആയത്തോതുകയാണ്, ആവർത്തിച്ചോതുകയാണ്. നമ്മുടെ അടുക്കൽ നരകത്തിന്റെ ശക്തമായ കഠിനമായ കത്തിയാളുന്ന നരകത്തിന്റെ ശിക്ഷകളുണ്ട് എന്ന കുടുക്ക ചങ്ങലകളുണ്ടെന്ന ആശയം വരുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തങ്ങനെ ആവർത്തിച്ചോതുകയാണ്. അവസാനം ഹൃദയം പൊട്ടി ലോകത്ത് നിന്ന് വിട പറയുകയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. പ്രിയമുള്ളവരെ, നമ്മളും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരും ഈമാന്റെ മാധുര്യം ആസ്വദിക്കുന്നില്ല. നമുക്ക് ഈമാന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയണം. നമ്മൾ ദിക്റുകൾ ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ, നിസ്കരിക്കുമ്പോ നമുക്ക് ഈമാന്റെ മാധുര്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കടന്നു വരണം. അതിന് നമ്മൾ അള്ളാഹുവിന്റെ സ്മരണ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.